നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. ഉച്ചയ്ക്ക് 2 മണിയോടെ ബോംബ് പൊട്ടുമെന്ന സന്ദേശത്തിൽ പോലീസിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിൽ വൻ സന്നാഹത്തോടെ തെരച്ചിൽ നടത്തി. ഭീഷണി വ്യാജമെന്ന് പോലീസ് സ്ഥിരീകരണം. സ്ഥിരമായി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി സർക്കാർ സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചേറ്റൂരിനെക്കുറിച്ച് ബോധോദയമുണ്ടായതെന്ന് VK ശ്രീകണ്ഠൻ MP. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ കുടുംബാംഗങ്ങളെ തേടി ഇറങ്ങിയെന്നും VK ശ്രീകണ്ഠൻ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ 6 വർഷം മുമ്പ് കൂട്ടിയിട്ട് ചേറ്റൂരിന് വേണ്ടി നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുമോ എന്നും വെല്ലുവിളി. രാഷ്ട്രീയത്തിലെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരാണ് BJP-ക്കാർ എന്നും VK ശ്രീകണ്ഠൻ MP. കാശ്മീരിലെ പൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം. രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ വേണമെന്നും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ഓർഗനൈസേഷൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. 2 മണിക്ക് ബോംബ് പൊട്ടുമെന്ന് അറിയിച്ചായിരുന്നു ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ RDO ഓഫീസിലും ഇത്തരം ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ബോംബ് ഇല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തമിഴ്നാട് സ്വദേശി സവുക് ശങ്കർ എന്ന ആളെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി സന്ദേശം. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2-ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഭീഷണിയെ തുടർന്ന് തെരച്ചിൽ നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. മുഴുവൻ ജീവനക്കാരെയും കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറക്കിയാണ് പരിശോധന നടത്തിയത്. കൊല്ലം കളക്ടറേറ്റിലും കോട്ടയം കളക്ടറേറ്റിലും സമാനമായ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. കളക്ടറുടെ മെയിൽ ID-യിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. പിന്നെ ഇപ്പോൾ പോലീസ് സെർച്ച് ഓപ്പറേഷൻ എടുക്കുകയാണ്. ബോംബ് സ്ക്വാഡ് കൂടെ വന്നിട്ടുണ്ട്. ഒരു 2 o'clock ഇന്റർനേഷൻ ആവും. ഇംപ്രൂവൈസ്ഡ് ഡിവൈസ് ഇവാക്യുവേറ്റ് ചെയ്യണം, സെക്യൂരിറ്റി ഫോഴ്സിനെ ഇൻഫോം ചെയ്യണമെന്നാണ് ഒരു മെയിലിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ ഒരു ഡ്യൂ ഡെലിജൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻ എടുക്കുകയാണ്. എല്ലാ സ്റ്റാഫും കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി. മെയിൽ ID കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ പാലക്കാട് RDO ഓഫീസിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. പാലക്കാട് കളക്ടറേറ്റിൽ 8 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ബോംബ് ഭീഷണി വരുന്നത്. RDO ഓഫീസിൽ ഈ മാസം 16-ന് സമാനമായ ഭീഷണി വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചേറ്റൂരിനെക്കുറിച്ച് ബോധോദയം ഉണ്ടായതെന്ന് VK ശ്രീകണ്ഠൻ MP. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ട് ഉടനെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ കുടുംബ അംഗങ്ങളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. BJP ഈ പാത പിന്തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലും എല്ലാം മഹാത്മാക്കളാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, സർദാർ പട്ടേലിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് അവിടെ വലിയ പ്രതിമ നിർമ്മിക്കുമ്പോൾ BJP-ക്കാർ അറിഞ്ഞിട്ടില്ല. BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന RSS-കാർ അതിന് അനുകൂലമല്ല. കാരണം ഇന്ത്യയിൽ അക്രമവും സമാധാന തകർച്ചയും വർഗീയവാദവും വിഘടനവാദവും നടത്തുന്ന ഒരു സംഘടനയാണ് RSS എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ RSS-നെ നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചരിത്രങ്ങളെ അറിയാതെയാണ്, ചരിത്രങ്ങളെ വികലമാക്കാൻ വേണ്ടി നടക്കുന്നു. ഒരു കാര്യം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം 10 അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ചേറ്റൂർ ശങ്കരനായരെക്കുറിച്ച്. അതിനൊരു സിനിമ വേണ്ടി വന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാം. ഇപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് BJP. നല്ല കാര്യമാണ്. ചേറ്റൂർ C. ശങ്കരൻ നായർക്ക് സ്മാരകം നിർമ്മിക്കാൻ 5 വർഷം മുമ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചതായും MP പറഞ്ഞു. പക്ഷേ 1 കിലോമീറ്റർ ദൂരം നെൽപ്പാടം താണ്ടി വേണം പുഴയോരത്തെ സ്മൃതി കുടീരത്തിൽ എത്തിപ്പെടാൻ. കൂടാതെ കുടുംബ സ്വത്തായതിനാൽ ഭൂമി വിട്ടുകിട്ടാൻ കുറേ നൂലാമാലകളുമുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യം നടക്കാതെ പോയതെന്നും MP പറഞ്ഞു. നേതാക്കളടക്കമുള്ള 50ഓളം കോൺഗ്രസ് പ്രവർത്തകർ 9 മണിയോടെയാണ് സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. MP VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, KA തുളസി, KPCC ജനറൽ സെക്രട്ടറിമാർ, മറ്റു DCC ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത്. തുടർന്ന് മങ്കരയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C. ചന്ദ്രൻ, KA തുളസി, CV ബാലചന്ദ്രൻ, PV രാജേഷ്, MN ഗോകുൽദാസ്, അച്യുതൻകുട്ടി, C. വിനയൻ എന്നിവർ സംസാരിച്ചു. രാവിലെ 8-ന് BJPയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും എത്തി പുഷ്പാർച്ചനയും വാർത്താസമ്മേളനവും നടത്തിയിരുന്നു.
കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ എതിർത്തിരുന്നു. തുടർന്ന് മങ്കര വെള്ള റോഡിൽ BJP പാലക്കാട് ജില്ലാ കമ്മിറ്റിയും അനുസ്മരണ സമ്മേളനം നടത്തി. സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന ആശങ്കയിൽ മങ്കരയിലും അനുസ്മരണ സ്ഥലത്തും വൻ പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇത്തവണ 2 പാർട്ടികളും മത്സരിച്ചാണ് അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു മാധ്യമ പട തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഓൺലൈൻ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അപലപിച്ചു. രാജ്യത്തെ ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതൽ എടുക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഉടൻ തന്നെ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ്റെ അറിവോടെ നിഷ്കരുണം കൊല്ലപ്പെട്ട ഭാരതീയർക്കായി ഭാരതീയ ജനതാ പാർട്ടി ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ ജ്വാലയും ശ്രദ്ധാഞ്ജലിയും അർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെക്കാൾ വലിയ സ്നേഹം, ഭാരതീയരോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണ് CPM-ന് പാകിസ്ഥാനിലെ പട്ടികളോടെങ്കിൽ നിങ്ങളോട്, ഇവിടുത്തെ CPM-നോട്, പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ആചാരം വാങ്ങി നിൽക്കുന്ന സഖാക്കളോട് ഒന്നേ പറയാനുള്ള ഭാരതീയർക്ക് കടക്ക് പുറത്ത്, ആ കടക്ക് പുറത്ത് എന്ന് പറയുന്ന മുദ്രാവാക്യം ഇനി മുതൽ കേരളത്തിൽ ഉണ്ടായിരിക്കും. ഭീകരവാദികൾക്ക് ചുക്കാൻ പഠിക്കുന്ന സഖാക്കൾക്ക്, ആ സഖാക്കൾക്കുള്ള തക്കതായ മറുപടി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സേന നൽകുമെന്നത് ഭാരതത്തിലെ മുഴുവൻ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നാളിതുവരെ തെറ്റിയിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി M. ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി സിനി മനോജ്, ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, N. മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, മുൻ ജില്ലാ സെൽ കോർഡിനേറ്റർ സതീഷ് കുമാർ, KT രവിദാസ്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, ജനറൽ സെക്രട്ടറി റീനു റാം, ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ്, ജനറൽ സെക്രട്ടറി ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കര നിയോജകമണ്ഡലത്തിൽ പട്ടയം അസംബ്ലിയോടനുബന്ധിച്ച് എല്ലാ വില്ലേജുകളിലും അപേക്ഷ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദേശമംഗലം പല്ലൂർ വില്ലേജുകളിൽ അപേക്ഷകൾ സ്വീകരിച്ചു. പട്ടയം അപേക്ഷ സ്വീകരണത്തിൻ്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ചിലത് കുന്നമ്പലത്ത് കൊണ്ടുപോയി കൊടുക്കണം, ചിലത് താലൂക്കിൽ കൊടുക്കണം, അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കൊടുക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോം നമ്പർ 1 വഴി നമുക്ക് എല്ലാവിധ അപേക്ഷകളും കൊടുക്കണം. അത് ഇരുന്ന് പരിശോധിച്ച് ഏതെല്ലാം തഹസിൽദാർക്കാണ് കൈമാറി പോകുന്നത് എന്ന് ഇവിടുന്ന് തന്നെ തരംതിരിച്ച് അത് കൊടുക്കാനും അതിൻ്റെ തുടർ നടപടിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനാണ് നേരത്തെ ഇവിടെ തഹസിൽദാർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പലരും ഇവിടെ ചില രേഖകൾ, ചോദിച്ച രേഖകൾ ആധാർ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടായിരുന്നു. എങ്കിലും ഹാജരാക്കി കൊടുത്താൽ മതി. നമ്മുടെ കൈവശം എന്ത് രേഖയുണ്ട്, നമ്മൾ കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് രേഖ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന രേഖ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക എന്ന സന്ദേശത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾ സ്വീകരിക്കുന്നതായും MLA പറഞ്ഞു. ചടങ്ങിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുനിൽകുമാർ, സിൽവി, ദേശമംഗലം വില്ലേജ് ഓഫീസർ KT അസു, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ബിനേഷ് MK, സീനിയർ ക്ലർക്ക് സോണി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അംഗൻവാടി ഹെൽപ്പർ അമ്മിണിക്ക് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ യാത്രയപ്പ് നൽകി. മണ്ണൂർ പന്തത്തൊടി അംഗൻവാടിയിലെ ഹെൽപ്പർ ആയിരുന്നു അമ്മിണി. യാത്രയപ്പ് സമ്മേളനം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. സേവിച്ച, സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് അമ്മിണി ചേച്ചി. ആ അമ്മിണി ചേച്ചി ഇത്രയും വർഷം, 33 വർഷം അമ്മിണി ചേച്ചി ഈ അംഗനവാടി ഹെൽപ്പറായി പണിയെടുത്തതിന് ആദ്യമായി ഞാൻ അമ്മിണി ചേച്ചിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എൻ്റെ വളരെയധികം നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വർക്കാണ്, ഒരു സേവനമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഇത്രയും അധികം വർഷമായിട്ടുള്ള ആളുകളൊക്കെ വളരെ ചുരുക്കമായിരിക്കും. അംഗനവാടി വർക്കറില്ലാത്ത സമയത്ത് അതിന് പകരമായിട്ട് ഈ പാറ്റുകുഴി അംഗനവാടി എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇത് പന്തത്തോടി അംഗനവാടി എന്നാണ് നമ്മുടെ പഞ്ചായത്തിൽ അറിയപ്പെടുന്നത്. 2ാം വാർഡിലെ M. ബേബി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വാർഡംഗം ഹുസൈൻ ഷഫീഖ് ഉപഹാരം സമ്മാനിച്ചു.
വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, രക്ഷിതാക്കൾ എന്നിവരും ഉപഹാരങ്ങൾ നൽകി. ICDS സൂപ്പർവൈസർ നളിനി, CDPO ശ്രീലത, M ദേവദാസ്, P ബാബു, PM യൂനസ്, P സുമിത, P നാരായണൻകുട്ടി, ബിനിത എന്നിവർ സംസാരിച്ചു. അമ്മണി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. അന്തരിച്ച പ്രമുഖ വ്യവസായി മുഹമ്മദ് ഷമീറിൻ്റെ സ്മരണാർത്ഥം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പാലക്കാട് സംഘടിപ്പിക്കും. വ്യവസായ സംരംഭ കൂട്ടായ്മയായ BNI സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റ് ഏപ്രിൽ 26-27 തീയതികളായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യവസായ സംരംഭങ്ങൾ വിപുലപ്പെടുത്താനും ഉത്പാദന വിപണന ശൃംഖലകൾ വികസിപ്പിക്കാനുമായി ലോകത്താകെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് BNI. ജില്ലയിലെ BNIയുടെ 11 ചാപ്റ്ററുകളിൽ നിന്നായി 11 ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും. സോഫ്റ്റ് ബോൾ ഉപയോഗിച്ച് കളിക്കുന്ന ടൂർണമെൻറ്റ് നിയന്ത്രിക്കുന്നത് KCA ആണ്. വ്യവസായ മേഖലയിലും സ്പോർട്സ് മേഖലയിലും ഏറെ തൽപരനായിരുന്ന KJ മുഹമ്മദ് ഷമീറിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പൊ 11 ചാപ്റ്ററുകളായിട്ട് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 11 ചാപ്റ്ററുകളിലായി ഇപ്പൊ 450ഓളം സംരംഭകർ ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ തന്നെ സംരംഭകർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് കുറച്ചുകൂടി ഗുണത്തിലും അതേപോലെ ഏരിയ വൈസ് ഒക്കെ കുറച്ചും കൂടി വ്യാപിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ബിസിനസ് മെമ്പർമാർക്ക്. പാലക്കാടിന്റെ പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തു നിന്നൊക്കെയുള്ള കണക്ഷൻസ് ഉണ്ടാക്കുകയും അതിലൂടെ ഗുണനിലവാരം കൂടിയതും വിലയിൽ കുറഞ്ഞ രീതിയിലും പ്രൊഡക്ട്സ് വാങ്ങാനും അതിലൂടെ പാലക്കാട് ജനങ്ങൾക്ക് അവർക്ക് നല്ല രീതിയിൽ വില കുറവിലും ഗുണം കൂടുതലായിട്ടും സർവീസ് കൊടുക്കാൻ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ നമ്മുടെ മെമ്പർമാർക്ക് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ CP അബ്ദുൽ സലാം, കോർഡിനേറ്റർ പ്രമോദ് ശിവദാസ്, KCA പ്രതിനിധി സിയാവുദ്ദീൻ, നിഖിൽ കൊടിയത്തൂർ, ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം ആറ്റുപുറം പൈതങ്ങളുടെ ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. മകാം അങ്കണത്തിൽ വ്യാഴാഴ്ച രാവിലെ ആറ്റുപുറം മഹല്ല് സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി പതാക ഉയർത്തിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. മൗലീദ് പാരായണത്തിന് ആറ്റുപുറം ജുമാ മസ്ജിദ് ഖത്തീബ് ഹനീഫ ബാക്കവി നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ 500ഓളം പേർക്കുള്ള അന്നദാന വിതരണവും നടന്നു. വൈകിട്ട് 8:30 കിണറ്റിൽ എറിയപ്പെട്ട വെള്ളി നക്ഷത്രം എന്ന വിഷയത്തെക്കുറിച്ച് ബഷീർ മുസ്ലിയാർ ചളവറ അവതരിപ്പിച്ച കഥാപ്രസംഗവുമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നടന്ന സമൂഹ അന്നദാനത്തിന് അബ്ദുൽ ഖാദർ കുഞ്ഞാക്ക, PK സുലൈമാൻ, PM മുഹമ്മദ് കുട്ടി, PM നിസാർ, PM സൈനുദ്ദീൻ, H ഹുസൈൻ, K മോഹനൻ, MS മനീഷ്, K ബാബുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. മതം നോക്കി ആളെ കൊല്ലുന്ന കാശ്മീരിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. മതം ചോദിക്കുക എന്നിട്ട് ആളെ കൊല്ലുക. അതിന് മുമ്പ് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിന്റെ പേര് വിളിക്കാൻ പറയുക, അല്ലെങ്കിൽ കൊന്നു കളയുക. കാശ്മീരിൽ നേരെ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മതം നോക്കി ആളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഈ കെട്ടകാലത്ത് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളൊക്കെ പിടിച്ചു നിർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. ഉച്ചയ്ക്ക് 2 മണിയോടെ ബോംബ് പൊട്ടുമെന്ന സന്ദേശത്തിൽ പോലീസിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിൽ വൻ സന്നാഹത്തോടെ തെരച്ചിൽ നടത്തി. ഭീഷണി വ്യാജമെന്ന് പോലീസ് സ്ഥിരീകരണം. സ്ഥിരമായി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി സർക്കാർ സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചേറ്റൂരിനെ കുറിച്ച് ബോധോദയമുണ്ടായതെന്ന് VK ശ്രീകണ്ഠൻ MP. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ കുടുംബാംഗങ്ങളെ തേടി ഇറങ്ങിയെന്നും VK ശ്രീകണ്ഠൻ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ 6 വർഷം മുമ്പ് കൂട്ടിയിട്ട് ചേറ്റൂരിന് വേണ്ടി നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുമോ എന്നും വെല്ലുവിളി. രാഷ്ട്രീയത്തിലെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരാണ് BJP-ക്കാർ എന്നും VK ശ്രീകണ്ഠൻ MP. കാശ്മീരിലെ പൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം. രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ വേണമെന്നും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ഓർഗനൈസേഷൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.